CM മടവൂരി ചെയ്യാത്ത ഒന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, 1.25 ലക്ഷത്തോളം അമ്പിയാ മുർസലിങ്ങളിൽ ആരെങ്കിലും CM മടവൂരി കാണിച്ച അത്ര അത്ഭുതം ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഞാൻ തരുന്നൊരു ക്ലിപ്പ്, ഒരു 100 ക്ലിപ്പ് നിങ്ങൾ കേട്ടാല് ഒരു നബിക്ക് പോലും ഇത്രമേൽ അത്ഭുതം കാണിക്കാൻ അള്ളാഹു അവകാശം കൊടുത്തിട്ടില്ല CM മടവൂരിനെ പോലും. അതെന്തുകൊണ്ട് അങ്ങനെ ആയത്? ലോകത്തെ എല്ലാ അത്ഭുതവും ഒരു ഉദാഹരണം പറയാം. പകരം അക്സനി പറയുന്ന ഒരു പ്രസംഗമാണ് എന്റെ അടുത്തുണ്ട്, വേണേ ഞാൻ നിങ്ങൾ കേൾപ്പിച്ചു. ആ പ്രസംഗത്തിലായാലും പറയുന്നത്, ഒരു കുടുംബം, ഒരു ഭാര്യയും ഭർത്താവും ആൺകുട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. എന്താണ്? ആൺകുട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. ശരി, ആൺകുട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ പ്രസവിച്ചു നോക്കുമ്പോ പെൺകുട്ടി. പ്രസവിച്ചപ്പോ പെൺകുട്ടി. ഈ പെൺകുട്ടിയെ അടുത്ത് CM മടവൂരിന്റെ അടുത്ത് വരികയാണ്. ഈ പെൺകുട്ടിയെ അടുത്ത് CM മടവൂരിന്റെ അടുത്ത് ആഗ്രഹമാണായിരുന്നു, കിട്ടിയത് പെൺകുട്ടിയാണ്, ഒന്നാണാക്കി തരണോ. നല്ല പോയിന്റ്. ഇനി പറയുന്ന പോയിന്റ് ജീവിതത്തിൽ ഒരിക്കലും കേൾക്കാത്ത പോയിന്റാണ്, ശ്രദ്ധിച്ചോളൂ. എക്സ്ട്രാ പോയിന്റ് ആണ്, ശ്രദ്ധിച്ചോളൂ, നല്ലോണം ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ഭാഗ്യവാന്മാരായി ഇരിക്കുന്നവര്. അത്രയും വലിയൊരു പോയിന്റ് ആയി പറയാൻ പോകുന്നത്. ഈ പെൺകുട്ടിയാണ് ആൺകുട്ടി ആവണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു പോയിക്കൊള്ളി. വീട്ടിൽ കയറുമ്പോ ഇത് ആൺകുട്ടി. എന്താണ് വീട്ടിൽ കയറുമ്പോ ഇതാണ്. അങ്ങനെ ഈ പെൺകുട്ടിനെ ചുരുട്ടി മാറോട് ചേർത്ത് വെച്ച് വീട്ടിലെത്തി ഈ തുണി മാറ്റി നോക്കുമ്പോ ചുക്കാമണിയുള്ള ഒരു ആൺകുട്ടി. മനസ്സിലായല്ലോ അല്ലേ? ഇനി ഞാൻ പറയുന്നത് ശരിക്കും ചിന്തിക്കേ. ഈ CM മടവൂർ എന്ന് പറഞ്ഞ ഒരു മുസ്ലിം ആയിരുന്നു എങ്കിൽ ഒരു മുസ്ലിം എന്താ ശരിക്കും പറയണ്ടേ? അതാണ് പോയിന്റ് കേട്ടോ. ശരിക്കും എന്താ പറയണ്ടേ? ഈ കുടുംബത്തോട് ചോദിക്കേണ്ടത്, നിങ്ങൾ ജാഹിലിയത്തിലാണോ ജീവിക്കുന്നത്? നിങ്ങൾക്ക് എന്താ പെൺകുട്ടിനോട് ഇത്ര വെറുപ്പ്? അത് ജാഹിലിയത്തിലുള്ള ആളുകൾക്കായിരുന്നു. പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ മുഖം വിവരണാകുക. നോക്കൂ, അല്ലാഹു ഖുർആനിൽ പറയാണ്, ഒരു പെണ്ണാണ് എന്ന് പറഞ്ഞാൽ വലിയ സങ്കടക്കാരായിരുന്നു ജാഹിലികളായ വിവരമില്ലാത്ത അറേബ്യക്കാര്. ശരിക്കും CMന്റെ അടുത്ത് ഇവരെ കൊണ്ടുവരുമ്പോ CM ചോദിക്കേണ്ട എന്താ? നിങ്ങൾ എന്താ അബൂജഹലിന് പഠിക്കുക? പെണ്ണിനെ കണ്ടാ വിഷമം തോന്നുക ജാഹിലിയത്തിലുള്ളവർക്കാണ്, ഈമാനുള്ളവർക്ക് തോന്നൂല. പെൺകുട്ടിയാന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ സ്വർഗത്തിലേക്ക് എത്താനുള്ള എളുപ്പ വഴിയായി എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതിന് പകരം CM മടവൂർ എന്താ ചെയ്യുന്നത്? ജാഹിലിയത്തിന് കൂട്ടുനിൽക്കുകയും ജാഹിലിയത്ത് തിരുത്തി കൊടുക്കാതിരിക്കുകയും എന്നിട്ട് ഇതിനെ ആണാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാക്കിയോ? നല്ലോണം മനസ്സിലാക്കിക്കോളൂ. ഇത് മനസ്സിലായിട്ടില്ലെങ്കിലേ നമ്മളെ കാര്യം പോക്ക. ഇനി സൂറത്ത് ആൽ ഇംറാൻ വായിച്ചിട്ടുണ്ടോ? സൂറത്ത് ആൽ ഇംറാനിലെ 30 മുതൽ 43 വരെയുള്ള വചനം എന്ന് പോയിട്ടൊന്ന് വായിച്ചു നോക്കേ. ഒരു നല്ല ബാപ്പയുമ്മയും അള്ളാഹ്ക്ക് പൊരുത്തുള്ള ഒരു ബാപ്പയുമ്മയും നേർച്ച നേരിയാണ് പള്ളിക്ക് ഒരു ആൺകുട്ടിനെ കിട്ടിയാൽ പള്ളി പരിപാലനത്തിന് ആ ആൺകുട്ടിനെ ആക്കൂന്ന്. പക്ഷെ പ്രസവിച്ചപ്പോ ആണല്ല പെണ്ണാണ് അല്ലേ? ശരിക്കും എന്താ വേണ്ടത്? ഈ കുട്ടിനെ എടുത്തിട്ട് അന്ന് ജീവിച്ചിരിക്കുന്ന സക്കരിയ നബിയോ ഔലിയോ, സക്കരിയ നബി അവിടെ ഉണ്ടായിരുന്നല്ലോ, അവരെടുത്ത് എന്നിട്ട് ഞങ്ങൾ നേർച്ച നേർന്ന ആൺകുട്ടിനായിരുന്നു, വലിയൊരു കാര്യത്തിനാണ്, പള്ളി പരിപാലനത്തിനാണ്, സംഗതി പെണ്ണായി പോയി. എന്നിട്ട് ആ പെണ്ണിനെ ആണാക്കിയോ? ഇല്ല. കാരണം അവരൊക്കെ മുസ്ലിമീങ്ങളായിരുന്നു. അപ്പൊ ഇത് ജാതി വേറെയാണ്, മതവും വേറെയാണ്. ഇങ്ങനെ ഒരു വർഗം തന്നെ മനുഷ്യ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. ഇന്നത്തെ APK സുന്നികളെ പോലെ പിഴച്ച ഒരു വർഗം പ്രവാചകന്മാരുടെ ശത്രുപക്ഷത്ത് പോലും ഉണ്ടായിരുന്നില്ല. ഫിറൗൻ പോലും ഇവരെക്കാൾ ഈമാനുള്ളവരായിരുന്നു. കാരണം എന്താ? മരിക്കാൻ നേരെങ്കിലും മുപ്പര് അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. നൗഷാദ് ഹുസൈൻ പറയുന്ന മരിക്കാൻ നേരം മൊയ്തീൻ ഷൈനെ വിളിക്കണമെന്നാണ്. അപ്പൊ ഫിറൗനേക്കാൾ ചീപ്പ് വിശ്വാസമായിട്ടാണ് ജീവിക്കുന്നത്. മനസ്സിലാക്കിക്കോളെ.